എനിക്ക് തോന്നുന്നു വൺ എന്നൊരു സിനിമ അതില് പിന്നെയും ഈ പഴയ ഒരു വൈബില് വരുന്ന കുറച്ച് പക്ഷെ അതിൽ അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള അതൊരു വേറെ തരത്തിൽ ചെറിയൊരു ഇൻസിഡന്റ് ചെറിയൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളതിനെ കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു മാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ, ലാർജർ ദാൻ ലൈഫ്. ഇപ്പൊ പത്രം സിനിമയിൽ സുരേഷ് ഗോപി ഒരു ജേർണലിസ്റ്റ് ആണ്. റിയൽ ലൈഫിലെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ജേർണലിസ്റ്റ് ആണ് അല്ല, ഞാൻ പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് സാധനം ഒരു ഓഫീസിൽ ഒരു പത്രം ഓഫീസിൽ പോയിരുന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ സീനിയറുടെ അടുത്ത് ഇങ്ങനെ നെടുനീളം ഡയലോഗ് പറഞ്ഞ് റിയൽ ലൈഫാണ്. ഞാൻ പറയും സിനിമ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റാംജി റാവു സ്പീക്കിംഗ് സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യ ദിവസങ്ങളിൽ മോശം ഒപ്പീനിയൻ ആയിരുന്നു. ആ സിനിമ കണ്ട സമയത്ത് റാംജി റാവു ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ ഗോഡ് ഫാദർ ആണെങ്കിൽ സിദ്ദിഖ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആ തിയേറ്ററിനകത്ത് കയറിക്കോ, അതിൻ്റെ അകത്ത് നടക്കും എന്ന് പറഞ്ഞു. അതായത് സിദ്ദിഖ് സാർ പറഞ്ഞത് എവിടെ നടക്കാത്തത് അതാണല്ലോ സിനിമ, എവിടെ നടക്കണം നിങ്ങൾ റോട്ടിൽ നിങ്ങൾ കാണും, ഞങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് പറയണ പോലെ എൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ JSKയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി, കുറെ ഡയലോഗ്, കാരണം ആളുകൾക്ക് ഇഷ്ടം ആണത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ എല്ലാതരം സിനിമകളും വേണം, പക്ഷെ ഇങ്ങനത്തെ എൻജോയ് ചെയ്യുന്ന സിനിമകൾ, തീപ്പൊരു ഡയലോഗ് പറയുന്ന സിനിമകൾ വരട്ടെ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മുടെ ജനഗണമനയില് ജനഗണമന നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം അതിൽ പറഞ്ഞതിലിപ്പോ ആൾക്കാർ അംഗീകരിച്ചു, നമുക്ക് ആ ഒരു രോമാഞ്ചം. അപ്പൊ പൃഥ്വിരാജ് തകർത്തു. അപ്പൊ ചെയ്യാൻ ഇവർക്ക് പറ്റും, അത് കൊടുക്കട്ടെ. ഞാനതാ പറഞ്ഞത്, അങ്ങനത്തെ സിനിമകൾ ഇനി വീണ്ടും, അതായത് അങ്ങനത്തെ വരട്ടെ. ഞാൻ പറഞ്ഞ ഒരു വർഷത്തിൽ ഒരു ഫെസ്റ്റിവലിൽ അങ്ങനത്തെ ഒരു സിനിമ വരട്ടെ, ആഘോഷിക്കാൻ ഒരു സിനിമകൾ വരട്ടെ. ഇപ്പൊ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ സെൻസർ പ്രശ്നങ്ങൾ പണ്ടത്തെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ. ഇപ്പൊ പത്രം സിനിമയൊക്കെ, ക്രൈം ഫയൽ സിനിമയൊക്കെ സെൻസർ ബോർഡിൽ പെട്ട് കിടക്കായിരുന്നു. ന്യൂഡൽഹി സെൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാസങ്ങളോളം പെട്ട് കിടന്ന സിനിമ ഇന്ന് അതിനെക്കാട്ടും പ്രശ്നമാണ്, ഇന്ന് അതിനെക്കാട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ വരട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ സിനിമാസ് ഇറങ്ങുമ്പോൾ സെൻസർഷിപ്പ് ബോർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കൂടുതലും സെൻസർഷിപ്പ് ബോർഡ് തിരിച്ചു വന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയാലും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസർഷിപ്പ് ഉണ്ട്. അതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയയിലുള്ള ഒരു അറ്റാക്ക് കുറെ പേർക്ക് അത് താങ്ങാൻ, അതായത് പേഴ്സണൽ അറ്റാക്ക് ആണ് പ്രശ്നം വരുന്നത്. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ എനിക്ക് തോന്നിയത് പൊളിറ്റിക്കൽ മൂവീസിന്റെ ഒരു ഇപ്പൊ ആൾക്കാർക്ക് പൊളിറ്റിക്സ് പറയണം എന്നുണ്ടെങ്കിലും പറഞ്ഞ ശേഷം വരുന്ന ഒരു എഫക്ട്സ് ഉണ്ട്, അത് കുറച്ച് താങ്ങാനുള്ള ശേഷിയും കൂടെ ഉണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എമ്പുരാനില് എതിരുണ്ടായിരുന്ന ഒരു ക്യാമ്പയിൻ. അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്, എന്തായാലും വരും. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ടല്ല, ഒരിക്കൽ അജു വർഗീസ് തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ചുമരിൽ ഒട്ടിച്ച പോസ്റ്ററിനെ പിന്നെ ആൾക്കാർ വന്ന് കരിവരുത്തേക്കോ എന്താ പറയാ, ആൾക്കാർ വന്ന് കീറുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളൊരു പബ്ലിക് ഫിഗറാണ്, നമ്മളങ്ങ് ഒട്ടിച്ചു, പിന്നെ എന്ത് സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ പിന്നെ അതിന്, ഞാനിപ്പോഴും പേഴ്സണലി പറഞ്ഞാൽ അത് പിന്നെ അതിന്റെ വഴിക്ക് പോട്ടെ, അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മളൊരു പബ്ലിക് ഫിഗറാണ്, ഒരു സെലിബ്രിറ്റി ഒരാൾ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തും പറയട്ടെ. പിന്നെ പബ്ലിക് അറ്റാക്ക് വരും, അതിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ എനിക്ക് പൊളിറ്റിക്കൽ മൂവീസിൽ തോന്നിയൊരു കാര്യമാണ്, ഞാൻ ഇപ്പോ സൂര്യചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഫസ്റ്റ് മുതലുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് ഈ തൊഴിലില്ലായ്മ, അങ്ങനത്തെ പൊളിറ്റിക്സ്. അവിടെ എല്ലാം മുന്നേ വരുന്ന ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ ഒരു തോട്ട് പോയിന്റ് ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ മൂവീസിലും ആ ഒരു കമ്മ്യൂണിസത്തിന്റെ എലമെന്റ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് കൂടുതൽ പൊളിറ്റിക്കൽ മൂവീസിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഐ മീൻ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കൂടുതലും ഒരു ഇടതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസ് ആണ്. അത് ഞാൻ പറഞ്ഞ ഇടത് പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഒരു വലിയ, നമുക്ക് ഒരിക്കലും അതിനെ എന്താ പറയാ അവഗണിക്കാൻ പറ്റില്ല. കാരണം എത്രയോ ലാൽ സലാം സിനിമയെ കുറിച്ച് നമ്മൾ നേരത്തെ പറയേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം അത് റിയൽ നടന്ന, അതായത് അതെ ഗൗരിയമ്മ, വർഗീസ് വൈദ്യൻ, ഇവരെ കുറിച്ചുള്ള അത് എഴുതിയ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ലൈഫ് തന്നെയാണ്. ചെറിയ കൽപ്പപാടി അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ലൈഫൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരുപാട് പേരുടെ എന്താ പറയാ ചോരയും വേർപ്പൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പിന്നെ ഇന്ന് ഇപ്പോഴും കൂടുതൽ ചില സിനിമകളിൽ അതൊന്ന് ഒരു കയ്യടിക്ക് വേണ്ടി ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്, അതെനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ കൂടുതലും ഇടത് അനുഭാവികളാണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു
ഒരു പൾസ്, പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതിന് നമുക്കിപ്പോ ഒരു കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാല് പലർക്കും നമ്മുടെ ഒരു ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇന്ന പാർട്ടീനെ കരിവാരിത്തേക്കൽ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യും, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മളതൊന്നും പറയണ്ട. പക്ഷെ ചില സിനിമകൾ കൂടുതൽ എന്ന് പറയുന്നത് അതൊരു കോമൺ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സഖാവ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് നമ്മുടെ കേരളത്തിൽ. അതിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവികളല്ലാത്തവർക്ക് പോലും സഖാവ് എന്ന് ഞാൻ പറഞ്ഞപ്പോ EK നായനാര് അല്ലെങ്കിൽ EMS, EK നായനാർ EMSന് ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? BJP-കാരിലെ ആൾക്കാരില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാരിലെ ആൾക്കാർ. മറ്റേ പൊളിറ്റിക്കൽ പാർട്ടീസ് നോക്കാണ്ട് മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഒരു സിനിമ ഓർമ്മ വരുന്നത് FIR ആണെന്ന് തോന്നുന്നു. FIR സിനിമയില് ജനാർദ്ദന്റെ ഒരു ക്യാരക്ടർ, അതായത് അന്നത്തെ ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം ജനാർദ്ദന്റെ ക്യാരക്ടർ. FIR അല്ല, സോറി, എനിക്ക് തോന്നുന്നു രൗദ്രത്തിലെ ക്യാരക്ടർ മമ്മൂക്കേനെ നോക്കിയിട്ട് എടാ എന്ന് വിളിക്കുമ്പോൾ മമ്മൂക്ക പറയും ഈ വ്യക്തി എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു നായനാരുടെ ആണെന്ന് തോന്നുന്നു. അതായത് ഇദ്ദേഹം എന്നെ എടാന്ന് വിളിച്ചപ്പോൾ അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ അന്നത് കയ്യടിയിരുന്നു. ആ കയ്യടിച്ചത് നായനാരുടെ ഫോട്ടോ കാണിക്കുമ്പോൾ കയ്യടിച്ചതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഈ പറയണ പോലെ തന്നെയാണ് ഇപ്പൊ നായനാറിനെ ആയാലും EMS ആയാലും. ഇപ്പൊ നമുക്ക് ഇപ്പൊ K കരുണാകരനെ കളിയാക്കുന്ന തരത്തിൽ രഞ്ജി പണിക്കരുടെ സിനിമകൾ വന്നിട്ട് പോലും K കരുണാകരൻ അത് എൻജോയ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞ ചിലവർക്ക് അത് വ്യക്തിപരമായിട്ട് എഫക്ട് ചെയ്യും, പക്ഷെ ചിലവർ അത് അംഗീകരിക്കുന്നു. ഇപ്പൊ തലസ്ഥാനം സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണ്ടേ. എനിക്ക് തോന്നുന്നു തലസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു മധുസാറും ഉണ്ട്, ജനാർദ്ദനും ഉണ്ട്. ഒരാൾ പ്രതിപക്ഷ നേതാവ്, ഒരാൾ ചീഫ് മിനിസ്റ്ററാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന ഒരാവശ്യം വരുമ്പോൾ ഫോൺ എടുത്തിട്ട് ചേട്ടാ അതൊന്ന് ചെയ്തു കൊടുക്കണമെന്നാ പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള സൗഹൃദം അതിൽ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പോസിറ്റീവായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലത്തെ JSK പോലത്തെ സിനിമകളൊക്കെ വരട്ടെ. ഇതേപോലത്തെ ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് മാത്രമാണ്. ഇപ്പൊ പത്രം സിനിമ, ലേലം സിനിമ, ഇതുപോലത്തെ സിനിമകളൊക്കെ സ്ട്രോങ് ജേർണലിസം അല്ലെങ്കിൽ സ്ട്രോങ് പോലീസ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണുമ്പോ തന്നെ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇപ്പൊ കമ്മീഷണർ കാണുമ്പോ ഏതൊരു മലയാളികളും ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിലും എന്തെങ്കിലും ആ കമ്മീഷണറിൽ അല്ലെങ്കിൽ ഇപ്പോ ജോസഫ് അലക്സിനെ കാണുമ്പോഴൊക്കെ ഒരു വട്ടെങ്കിലും IAS ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഒരു പോലീസ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. സിനിമയായിട്ട് കണ്ടാലും മതി. നമ്മൾ സിനിമയിൽ ഇപ്പോ കമ്മീഷണർ സിനിമയിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ മറ്റേ കമ്മീഷണർ ഭരചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഷിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഭരചന്ദ്രൻ ജീപ്പിൽ പോയിട്ട് ആ മറ്റേ ബൈജുവിന്റെ ക്യാരക്ടർ ഇരിക്കുന്നത്. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു കമ്മീഷണർ ഇതേപോലെ കമ്മീഷണർ കോൾ വരുന്നു? എനിക്ക് തോന്നുന്നില്ല കമ്മീഷണർ അപ്പൊ തന്നെ ഫോൺ എടുത്ത് ഇറങ്ങും. റിയൽ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും കമ്മീഷണർ റോട്ടിൽ ഇറങ്ങി അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷെ സിനിമയിൽ അത് SI വരെ അടിക്കുമായിരിക്കും, സർക്കിൾ വരെ തല്ലുമായിരിക്കും. ഒരു IPS ഓഫീസർ പോയിട്ട് ഇടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ സിനിമയിൽ നമ്മളത് കൈയടിക്കട്ടെ. അങ്ങനെ സിനിമകൾ വരട്ടെ, കൈയടിക്കട്ടെ, അല്ലേ? ഇനിയിപ്പോ JSKനെ കുറിച്ച് പറയാം. സുരേഷ് ഗോപി ഫാൻ JSK ഇങ്ങനെ എന്താ പറയാ റിലീസിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ പഴയ ഒരു ഓറ കിട്ടിയിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറീസും ആ ഒരു ക്യാരക്ടറൊക്കെ പോലെ കാണണമെന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങൾ വരട്ടെ എന്ന് ഇനിയും ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.